സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് കൃത്യം സമയം എത്രയായിരിക്കുന്നു ചോദിച്ചാൽ ഏതാണ്ട് 30 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗവർണറുടെ നോട്ടിഫിക്കേഷനും ഇറങ്ങിയിട്ടില്ല. ഫിഷറീസ്, ഉന്നത വിദ്യാഭ്യാസം, സഹകരണം എന്നീ വകുപ്പുകളിലാണ് തർക്കം തുടരുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന് പകരം ഫിഷറീസ് വേണമെന്ന ലീഗ് നിലപാടിൽ കോൺഗ്രസിനും ലത്തീൻ സഭയ്ക്കും കടുത്ത എതിർപ്പുണ്ട്. സഹകരണത്തിനായി എം ലിജു, പി സി വിഷ്ണുനാഥ്, റോജിയം ജോൺ എന്നീ യുവ നേതാക്കൾ തമ്മിലാണ് മത്സരം. പൊതുമരാമത്ത് വകുപ്പ് പി കെ ബഷീറിന് നൽകിയെങ്കിലും അതൃപ്തിയുണ്ട് അബ്ദുൾ ഗഫൂറിന്. ആദ്യ ടൈം നിഷേധിച്ചതിൽ അതൃപ്തി പരസ്യമാക്കി മാണി സി കാപ്പനും രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ തർക്കമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ വകുപ്പുകൾക്കായുള്ള പിടിവലിയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആർ റോഷിപാലും വി എസ് രഞ്ജിത്തുമാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ആദ്യം നമുക്ക് റോഷിപാലിലേക്ക് പോകാം. റോഷിപാൽ, പല യുവ നേതാക്കൾക്കും പ്രധാനപ്പെട്ട വകുപ്പ് വേണമെന്ന ആവശ്യമുണ്ട്. മുതിർന്നവർ അവരവരുടേതായ വകുപ്പുകൾ നേടിയെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ തർക്കം നിൽക്കുന്നത് ഏതൊക്കെ വകുപ്പുകളെ ചൊല്ലിയാണ്? ഇതിൽ ഒരു അന്തിമ തീരുമാനം എപ്പോഴാകും? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിൽ? വിനിത, വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അധികാരമേറ്റെടുത്തത് 24 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും വകുപ്പ് വിഭജനം പൂർത്തിയായിട്ടില്ല. വകുപ്പ് വിഭജനം എല്ലാ കാലത്തെയും പോലെ തന്നെ ഇത്തവണയും യു ഡി എഫിന് കീറാമുട്ടി തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കമായി അല്ലെങ്കിൽ ആശയക്കുഴപ്പമായി തുടരുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. ഇത്തവണ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈമാറാൻ മുസ്ലിം ലീഗും ഏറ്റെടുക്കാൻ കോൺഗ്രസും സജ്ജമാണ്, സന്നദ്ധവുമാണ്. പക്ഷേ പകരം കൈമാറേണ്ട വകുപ്പ് സംബന്ധിച്ചാണ് ആശയക്കുഴപ്പം തുടരുന്നത്. ഫിഷറീസ് വകുപ്പ് വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നു. പക്ഷേ ഫിഷറീസ് വകുപ്പ് കൈമാറാൻ പറ്റില്ലെന്ന നിലപാടിലേക്ക് കോൺഗ്രസും എത്തുന്നു. അവിടെയാണ് ചർച്ച വൈകുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ചർച്ച തുടരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തോടെ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് മുഖ്യമന്ത്രി വി ഡി സതീശനുള്ളത്. ഇന്ന് രാത്രിയോടെ തന്നെ വിജ്ഞാപനം പുറത്തിറക്കാൻ, മന്ത്രിസഭാ പട്ടിക കൈമാറി വിജ്ഞാപനം പുറത്തിറക്കാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിന് പുറമെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ എക്സൈസ് വകുപ്പ് എം ലിജുവിനായിരുന്നു. അപ്പോൾ എക്സൈസ് വകുപ്പിന് പുറമെ മറ്റേതെങ്കിലും വകുപ്പ് വേണം, സഹകരണമടക്കമുള്ള വകുപ്പ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലഭിച്ചില്ലെങ്കിൽ റോജിയം ജോണിന് ഏത് വകുപ്പ് നൽകും എന്ന കാര്യത്തിലും അവ്യക്തതയുണ്ട്. അതേസമയം തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വകുപ്പിന്റെ കാര്യത്തിൽ അവ്യക്തതയില്ല. വി ഡി സതീശൻ കൈകാര്യം ചെയ്യുന്നത് ധനകാര്യം, പൊതുഭരണം, അതിനു പുറമെ INPRD, തുറമുഖമുണ്ട്, നിയമമുണ്ട്. ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തല തന്നെ, ദേവസ്വവും ആരോഗ്യവും കെ മുരളീധരൻ, അങ്ങനെയുള്ള വകുപ്പുകളിലൊന്നും ആശയക്കുഴപ്പമില്ല. ഏതാണ്ട് ഒരു 9 മന്ത്രിമാരുടെ കാര്യങ്ങളിലെങ്കിലും കോൺഗ്രസിൽ കൃത്യതയുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കാണ് 1, 2, 3 മന്ത്രിമാരുടെ കാര്യത്തിലുള്ള അവ്യക്തത. ഏറ്റവും ഒടുവിൽ ഗതാഗത വകുപ്പ് വേണ്ട എന്ന നിലപാടിലേക്ക് CMB എത്തുന്നുണ്ട്, CP ജോൺ. പക്ഷേ ഇനി അവസാന ഘട്ടത്തിൽ കൂടുതൽ മന്ത്രിമാർ അവരുടെ വകുപ്പുകൾ മാറ്റണം എന്ന നിലപാട് സ്വീകരിച്ചാൽ UDF നേതൃത്വം വല്ലാത്ത പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് ഇനി കൂടുതൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യത വളരെ കുറവാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ അന്തിമമായി വകുപ്പ് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. AP അനിൽകുമാർ വൈദ്യുതി വകുപ്പാണെങ്കിൽ കുറച്ചുകൂടി ജനകീയമായി ഇടപെടാൻ കഴിയുന്ന മറ്റൊരു വകുപ്പ് കൂടി വേണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കലാ സാംസ്കാരിക വകുപ്പാണ് PC വിശ്വനാഥൻ. അതിനൊപ്പം തന്നെ ടൂറിസവും PC വിശ്വനാഥനും തന്നെയാണ്. ആ കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതിനു പുറമെ ഇതിൽ ഏറ്റവും നേരത്തെ വ്യക്തത വന്ന ഒരു മന്ത്രി അത് OJ ജനീഷ് കുമാറാണ്. ജനീഷ് കുമാറിന് കായികവും ഒപ്പം അതിനു കൂടെയുള്ള മറ്റൊരു വകുപ്പ് യുവജനക്ഷേമമാണ്. അങ്ങനെ കെ തുളസിയുടെ കാര്യത്തിലും പട്ടികജാതി പട്ടികവർഗക്ഷേമ വകുപ്പാണ്. അക്കാര്യത്തിലും മറ്റ് അവ്യക്തതയൊന്നുമില്ല. ഏതായാലും ചർച്ചകൾ തുടരുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടെ തന്നെ ചർച്ചകൾ പൂർത്തീകരിച്ച് വകുപ്പ് സംബന്ധിച്ച ആശയക്കുഴപ്പം അവസാനിക്കുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. റോഷി, ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ, ഇപ്പോൾ വൈദ്യുതിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ടൂറിസം വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. സഹകരണം, അതിനായി ഈ പറഞ്ഞതുപോലെ നേതാക്കൾ രംഗത്തുണ്ട്. വെല്ലുവിളിയുള്ള ഒരു വകുപ്പായിരുന്നു ആരോഗ്യം. അത് കെ മുരളീധരൻ അതിന്റെ ആദ്യഘട്ട നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. വിദ്യാഭ്യാസത്തിൽ സ്വാഭാവികമായും എൻ ഷംസുദ്ദീൻ ഉറപ്പിച്ചതോടെ അദ്ദേഹവും പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ 1, 2 വകുപ്പുകളിൽ മാത്രമാണ് കാര്യമാത്ര പ്രസക്തമായി എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാവാൻ കഴിയുന്നത് തുടക്കത്തിൽ തന്നെ. അങ്ങനെ പെട്ടെന്ന് നടപടികൾ വേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഗതാഗതം, ഇപ്പോൾ KSRTCയിലെ സൗജന്യ യാത്ര, സ്ത്രീകളുടെ സൗജന്യ യാത്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജൂൺ 15 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഗതാഗത മന്ത്രി ചുമതല ഏറ്റെടുക്കാതെ അതിന്റെ ഒരു ഫയൽ പോലും നീക്കാനാകില്ലല്ലോ. വിനിത പറഞ്ഞത് ശരിയാണ്. കാരണം
മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും വകുപ്പ് കൃത്യമായി വ്യക്തമായാൽ അത് നോട്ടിഫിക്കേഷനായി പുറത്തു വരാതെ മന്ത്രിമാർക്ക് ഔദ്യോഗികമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഇന്ന് അനൗദ്യോഗികമായിട്ടുള്ള നടപടികളാണ്. ഇപ്പോൾ വകുപ്പുകൾ വ്യക്തമായ മന്ത്രിമാർ അവരുടെ വകുപ്പുകളിലെ യോഗങ്ങൾ അത് അനൗദ്യോഗികമാണ്. അവർക്ക് അതിൽ പല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ദൈനംദിനമായി തീരുമാനങ്ങൾ എടുക്കേണ്ട വകുപ്പുകളുണ്ട്. ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ദൈനംദിനമായി തീരുമാനങ്ങൾ പ്രത്യേകിച്ച് റോഷിബലി പകർച്ചവ്യാധികളുടെ ഒരു സമയമാണ് വരാൻ പോകുന്നത്, മഴക്കാലമാണ് വരാൻ പോകുന്നത്. മുന്നൊരുക്കങ്ങൾ നടത്തണം. അത് ഈ പറഞ്ഞ പോലെ ആരോഗ്യ വകുപ്പിലൊക്കെ അത് പ്രത്യേകം വേണം. പകർച്ചപ്പനി കാലമാണ് വരുന്നത് അല്ലേ? പിന്നെ ഇത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പ് മാത്രമല്ല, ഇതിൽ ഓരോ വകുപ്പിനും അതിന്റെ പ്രാധാന്യമുണ്ട്. വിദ്യാഭ്യാസമാണെങ്കിൽ സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആ ഘട്ടത്തിൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്. പരിശോധനകൾ നടത്തേണ്ടത്, അതിലൊക്കെ ഇടപെടൽ. കാരണം നേരത്തെ കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാരാണ്. അപ്പം ആ രണ്ട് സർക്കാർ, ഇപ്പോൾ UDF സർക്കാർ വന്നാൽ UDF സർക്കാരിന്റെ നയപരിപാടികൾ തന്നെ വ്യത്യസ്തമാണ്, അവരുടെ നിലപാടുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ആ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന നയപരിപാടികളുള്ള UDF അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരിൻ്റെ നിലപാടുകൾക്കനുസരിച്ചായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളും. അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് അതിൽ മന്ത്രിമാരാണ്. പക്ഷേ മന്ത്രിമാർക്ക് തീരുമാനം എടുക്കാൻ കഴിയണമെങ്കിൽ അവരുടെ വകുപ്പ് വ്യക്തത വരണം. ഇപ്പോഴും വ്യക്തത വരാത്തത് കൊണ്ടും വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തത് കൊണ്ടും അവർക്ക് ഓഫീസിൽ വന്നാൽ പോലും ഇത്തരം ഫയൽ നീക്കങ്ങൾ അതിൻ്റെ ഭാഗമാകാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് സ്വാഭാവികമായും ഒരു ഭരണസ്തംഭനത്തിന് വഴിയൊരുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ UDFന്റെ ഈ മന്ത്രിസഭാ രൂപീകരണമൊക്കെ ഇങ്ങനെ തന്നെയാണ്. എപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്, അത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടാകും, അത് ഒരു കീറാമുട്ടിയായി മാറും. പിന്നീട് ഒടുവിൽ അതിന് വ്യക്തമായൊരു തീരുമാനം ഉണ്ടാവുകയും പിന്നീട് വളരെ സ്മൂത്തായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും. ഏതായാലും കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ കെ മുരളീധരനൊക്കെ പറഞ്ഞതുപോലെ സജ്ജമാണ്. അവരുടെ വകുപ്പിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഈ പ്രധാനപ്പെട്ട ഏതാണ്ട് വകുപ്പുകൾ തീരുമാനമായ മുതിർന്ന മന്ത്രിമാരൊക്കെ അവർ തീരുമാനിച്ചു കഴിഞ്ഞു എന്തൊക്കെ നടപ്പിലാക്കണം, എന്തൊക്കെ LDF സർക്കാരിൻ്റെ കാലത്തുള്ള പദ്ധതികൾ അത് നിർത്തണം, ഏതൊക്കെ തിരുത്തണം എന്നൊക്കെയുള്ള കൃത്യമായ തീരുമാനമൊക്കെ എടുത്താണ് അവർ